പിജിയിലെ ഫുഡ് കഴിച്ച് മടുത്ത് ആകെ വട്ടം കറങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ക്യാരക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പച്ച ഈന്തപ്പഴം എനിക്ക് കിട്ടിയത്. പിന്നെ കിംചി സ്റ്റൈൽ കൊറിയൻ നൂഡിൽസും പിന്നെ സുഷിയും അങ്ങനെയൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുഡിൻ്റെ പാർട്ടി തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും വെജിൻ്റെ ആൾക്കാരായതുകൊണ്ട് പിന്നെ വെജ് തന്നെയായിട്ടുള്ള സുഷിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് സുഷി ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാർ യൂട്യൂബും അതിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കണത്. ഇവിടെ ഹോസ്റ്റലിൽ ചോറുണ്ടാക്കി കിട്ടിയ ദിവസമാണ് കേട്ടോ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യണത്. പിന്നെ ഈ സീവീഡിൻ്റെ ഷീറ്റ് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്ത്. സുഷിനോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡോ എന്തോ ആണ്. അപ്പോൾ അത് അത്യാവശ്യം ഒരു 230 രൂപ ആ റേഞ്ചിൽ ഒരു 10 ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സുഷി ഇന്നേവരെ കഴിച്ചിട്ടില്ല, പക്ഷെ എങ്ങനെ ഇരിക്കുമെന്നും അറിയില്ല. അങ്ങനെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇതാണ്. കാരണം നമുക്ക് നല്ല എരിവും പുള്ളിയൊക്കെ ശീലമായവർക്ക് ഇതൊന്നും പിടിക്കില്ല കേട്ടോ. പക്ഷേ ഇത് കഴിച്ച് ശീലമായവർ വാരി കോരിയെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടിനും പിന്നെ വെജ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പരിമിതിയും ഉണ്ട്. നമ്മൾ സോയ സോസും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ആലു പൊറോട്ട പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഞാൻ കുറച്ച് കറങ്ങാനൊക്കെ പോയായിരുന്നു. പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ലാപ്പിനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിസ്സ കടയുണ്ട്, ഡൊമിനോസിനേക്കാളും നല്ലതാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അവിടെ പോയതാണ്. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ നമ്മളവിടെ ബേൺ ടു ഹെൽ എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള മുളകും ഒലീവ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു പിസ്സയും പിന്നെ ഒരു നോർമൽ മഷ്റൂം ക്യാരറ്റ്സ് അങ്ങനെ ക്യാരറ്റ്സ് അല്ല കേട്ടോ, ക്യാപ്സിക്കം ഒക്കെയുള്ള ഒരു പിസ്സയാണ് ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് കളിച്ചിരിച്ചിരുന്ന് 2 ആൾക്ക് വിശാലമായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ.